നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ദ PMLA എ ലോ ദാറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് വേ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ട് പോകുന്ന ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിനെ കുറിച്ചിട്ടാണെന്നുള്ള കാര്യം ജസ്റ്റ് ആദ്യം അറിഞ്ഞിരിക്കാം. സോ എന്തായാലും ഈ ഒരു ടോപ്പിക് വരുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2വിനകത്തെ ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ കറന്റ് ഈ ഒരു ആർട്ടിക്കിൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ കേൾക്കുന്ന ഒരു ഏജൻസിയാണ്, സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അല്ലേ? ED എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു. ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ബേസിക്കലി ഈ ഒരു ആക്ടിന്റെ പിൻബലത്താലാണ്, ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒക്കെ തന്നെയാണെങ്കിലും വർക്ക് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ തീർച്ചയായിട്ടും ഇത്രത്തോളം വാർത്തകൾ നിൽക്കുന്ന ഒരു ഏജൻസി കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും എക്സാമിനൊക്കെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ആ ഒരു ആക്ട് എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ രൂപീകരിച്ചത്, അതെങ്ങനെയാണ്, അതിന്റെ ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേപോലെ ലാസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടും എക്സാമിന് വ്യൂ പോയിന്റിൽ കുറച്ച് കാര്യങ്ങളും പഠിച്ചു വെക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ്? ആ പേരിൽ തന്നെയുണ്ട് മണി ലോണ്ടറിംഗ് എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പ്രിവെൻഷനെ കുറിച്ചിട്ടുള്ള ഒരു ആക്ട് എന്നുള്ളതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്നുള്ളത് ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാണെങ്കിൽ. സോ ആദ്യമേ തന്നെ എന്താണ് ഈ മണി ലോണ്ടറിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ബ്ലാക്ക് മണി. ഓക്കെ, ബ്ലാക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി, അൺഅക്കൗണ്ടഡ് മണിയെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് മണി. അതായത് എന്താണ് അൺഅക്കൗണ്ടഡ് മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ നടത്തുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ബാങ്കുകൾ മുഖാന്തരം നമ്മുടെ വരുമാനം ഒക്കെ തന്നെ നമ്മൾ വെളിപ്പെടുത്തുന്ന കഴിയുമ്പോഴാണ് അതിന്റെ അക്കൗണ്ടഡ് മണി എന്ന് കാണിക്കുന്നു. ആ പൈസയാണ് നമ്മളിപ്പം പാൻ കാർഡ് ഒക്കെ ആയിട്ട് നമ്മുടെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് അറിയാൻ സാധിക്കും ഒരു വർഷം നമ്മൾ എത്ര രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇൻകം ടാക്സിന്റെ ലിമിറ്റിൽ എബോവ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സർക്കാരിന് എന്തടയ്ക്കണം, ടാക്സും കാര്യങ്ങളും അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനെ സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കാണ്ട് ബേസിക്കലി പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വരുമാനങ്ങൾ ഈ പറഞ്ഞ പോലെ വെളിപ്പെടുത്താതിരിക്കുന്നുണ്ട്, സോഴ്സ് ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആക്കാതിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഈ ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ഏത് മാർഗത്തിലൂടെ നടത്തില്ല, അക്കൗണ്ട് മുഖാന്തരം ബാങ്ക് അക്കൗണ്ടിലൂടെ നടത്തില്ല. അതായത് പൈസ മേടിക്കുകയോ കൊടുക്കുകയോ ഒക്കെ തന്നെ ചെയ്യുമ്പോഴേക്കും പലപ്പോഴും ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം ചെയ്യാതിരിക്കും. ഇങ്ങനെ വരുമ്പോഴേക്കുമാണ് അൺഅക്കൗണ്ടഡ് മണിയുടെ ഏർപ്പാട്, അല്ലെങ്കിൽ അൺഅക്കൗണ്ടഡ് മണി നമ്മുടെ എക്കണോമിക് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നു. ഇത് പലപ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനെ അൺഅക്കൗണ്ടഡ് മണി ആയിട്ട് കീപ്പപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർക്ക് ഇതിന്റെ സോഴ്സ് വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ 1,00,000 രൂപ നമ്മൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിക്കാന്ന് വിചാരിക്കാം. അത് നോർമലി നമ്മുടെ സാലറി ആണെങ്കിൽ നമുക്ക് അക്കൗണ്ടിലൂടെ തന്നെ മേടിക്കാം, ഒരു പ്രശ്നം അതിനകത്തില്ല, നമുക്ക് സോഴ്സ് കാണിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കിട്ടിയ 1,00,000 രൂപ ഇല്ലിസിറ്റ് ആയിട്ടുള്ള വേസിലൂടെ, അതായത് ഇപ്പം പറയുവാണെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, അതായത് കള്ളക്കടത്തിലൂടെ, മയക്കുമരുന്നിന്റെ ഒക്കെ തന്നെ കള്ളക്കടത്തിലൂടെയും ഒക്കെ തന്നെ ഡ്രഗ് ട്രാഫിക്കിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കിട്ടിയ പൈസയാണെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ കിട്ടിയ പൈസയാണെങ്കിൽ നമുക്ക് അതിന്റെ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അത് സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെ ഈ പൈസ മേടിക്കാനായിട്ടോ കൊടുക്കാനായിട്ടോ ഒന്നും സാധിക്കത്തില്ല. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന പൈസയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഈ ബ്ലാക്ക് മണിയെ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൈറ്റ് മണിയാക്കി മാറ്റുന്ന രീതിക്ക് പറയുന്ന പേരാണ് മണി ലോണ്ടറിങ്. നമ്മൾ പൊതുവിൽ ഈ പറഞ്ഞ ലോണ്ടറിങ് എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഡ്രസ് ലോണ്ടറിങ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് നമ്മൾ നീക്കം ചെയ്യുന്നതിനാണ് ഈ പലപ്പോഴും ലോണ്ടറിങ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടിയ പൈസയിൽ എന്തോ തരം ഡേർട്ട് ഉണ്ട്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇല്ലിസിറ്റ് ആയിട്ടുള്ള വേസിലൂടെ അക്വയർ ചെയ്ത മണി ആയിരിക്കാം ഒരുപക്ഷെ, അതാണ് അതിനകത്ത് ഡേർട്ട് എന്ന് പറയുകയാണെങ്കിൽ. ആ ഡേർട്ട് മാറ്റി ഇതിനെ നോർമൽ മണി ട്രാൻസാക്ഷൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി എടുക്കുന്നതിനെയാണ് മണി ലോണ്ടറിങ് എന്ന് ബേസിക്കലി പരാമർശിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് നമ്മുടെ രാജ്യത്ത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എക്കണോമിക്ക് തന്നെ അതൊരു ഡേഞ്ചർ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പൈസ ഒന്നും തന്നെ ആരുടെ കണ്ണുകളിലേക്ക് വരുന്നില്ല, RBIയുടെ ഒന്നും തന്നെ കണ്ണുകളിലേക്ക് ബേസിക്കലി വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും RBIക്ക് ആണെങ്കിലും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എക്കണോമിയിൽ കറന്റ് എത്ര രൂപയാണ് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ പൈസ നമ്മുടെ എക്കണോമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ ഇൻഫ്ലേഷനിലേക്ക് നയിക്കും എന്നുള്ളൊരു കാര്യം ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് എക്കണോമിയിൽ നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ടോട്ടൽ എക്കണോമിയെ തന്നെ ഡേഞ്ചറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണി ലോണ്ടറിങ് തടയാനായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആ നിയമമാണ്, ഇന്ത്യയിലുള്ള ആ നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. 2002 നമ്മൾ ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് രൂപീകരിച്ചെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഇത്തരത്തിലുള്ള മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റീസ് തടയാനായിട്ടും അത് എക്കണോമിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടുമുള്ള ഏജൻസിയാണ്, സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് ആര്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്രത്തോളം വാർത്തയിലുള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പ്രിലിംസിനൊക്കെ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വർക്ക് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നുള്ള കാര്യം ഓർക്കുക. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്,
അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ആണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയാനായിട്ടുള്ളൂ. ഇനി നമുക്ക് വിശദീകരിച്ച് ഓരോ സ്ലൈഡിലും കാര്യങ്ങൾ നോക്കി പോകാം. ഫസ്റ്റ് വൺ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് PMLA 2002. നമ്മൾ പറഞ്ഞു 2002 ഈ ആക്ട് വന്നത്. വിച്ച് വാസ് എനാക്ടഡ് വിത്ത് ഡിസ്റ്റിങ് ഒബ്ജക്റ്റീവ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഇതിന്റെ പുറത്തുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മണിയെ ഈ പറഞ്ഞ പോലെ തടയാൻ വേണ്ടിയിട്ടുള്ള, കാരണം ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലൂടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ഡ്രഗ് ട്രാഫിക്കിംഗ് പോലെയുള്ള മാർക്കറ്റിലൂടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആ പൈസ ഇറ്റ് ക്യാൻ പോസ് എ ഗ്രേവ് ത്രെറ്റ് ടു ദ എക്കണോമി ഓഫ് മെനി കൺട്രീസ്. സോ ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മണിയെ നമുക്ക് ഈ പറഞ്ഞ പോലെ തടയണം എന്നുള്ളത് തിരിച്ചറിയണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറ്റ് ക്യാൻ ഡീസ്റ്റെബിലൈസ് വേൾഡ് എക്കണോമി, ലോകത്തിന്റെ ഈ പറഞ്ഞ ഇന്റഗ്രിറ്റിയും സോവറിനിറ്റി ഒക്കെ തന്നെ ബാധിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിട്ടാണ് നമ്മൾ 1988 ഇതിന്റെ തുടക്കം കുറിക്കുന്നത് 1988 യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ രൂപീകരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗെയിൻസ്റ്റ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്നുള്ള ഒരു കൺവെൻഷൻ തന്നെ 1988 രൂപീകരിക്കുകയാണ്. ഇത് എന്തിനാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രിവെന്റ് മണി ലോണ്ടറിംഗ് എന്താ പറയുക, മണി ലോണ്ടറിംഗ് തടയാനായിട്ടുള്ള ഒരു ഇനീഷ്യൽ സ്റ്റെപ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ 1989 ഈ പറഞ്ഞ പോലെ പാരീസിൽ വെച്ചിട്ട് 7 മേജർ ഇൻഡസ്ട്രിയൽ നേഷൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുകയാണ്. നോൺ ആസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, FATF. പലപ്പോഴും വാർത്തയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് 1989 ജൂലൈയിലാണ് വന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവരും ബേസിക്കലി മണി ലോണ്ടറിംഗ് തടയാനായിട്ടുള്ള ഓർഗനൈസേഷൻ കൂടിയാണ്. സോ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബേസിക്കലി ഈ പറഞ്ഞ പോലെ 1990 യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. നോൺ ആസ് പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ ആൻഡ് ഗ്ലോബൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്നുള്ളൊരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് 2002 ഏത് ആക്ട് പാസ്സാക്കുന്നത്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പാസ്സാക്കുന്നു. ഇത് 2005 നിലവിൽ ഇവിടെ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒക്കെ തന്നെ നിലവിലേക്ക് വരുന്നത്. സോ എന്തായാലും PMLA എന്ന് പറയുന്നത് ക്രിമിനൽ ലോ ആണ്, എനാക്ടഡ് ടു പ്രിവെന്റ് മണി ലോണ്ടറിംഗ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഫോംസ് എ കോർ ഓഫ് ലീഗൽ ഫ്രെയിംവർക്ക് പുട്ട് ഇൻ പ്ലേസ് ബൈ ഇന്ത്യ ടു കോംബാറ്റ് മണി ലോണ്ടറിംഗ്. ഇന്ത്യയിൽ മണി ലോണ്ടറിംഗ് തടയാനായിട്ടുള്ള പ്രധാനപ്പെട്ട നിയമം കൂടിയാണ് PMLA എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു നിയമത്തിന്റെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിയമം ആപ്ലിക്കബിൾ ആകുന്ന ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഓൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് പ്രിലിംസിന് ഓർത്തിരിക്കണം. കാരണം ബാങ്കുകൾ ഇൻക്ലൂഡിംഗ് RBIക്ക് വേണമെങ്കിൽ RBI പോലും ഏതിന്റെ പരിധിയിൽ വരുന്നതാണ്? PMLAയുടെ പരിധിയിൽ വരുന്ന എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇവിടെ ചിലപ്പോൾ പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു ഓൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെപ്റ്റ് RBI എന്നൊക്കെ ചോദിക്കാം. RBI പോലും ഈ PMLAയുടെ ആക്ടിൽ അണ്ടറിലാണ് വരുന്നുള്ള കാര്യം ഓർക്കാം. മ്യൂച്വൽ ഫണ്ട്സുകളും ഇൻഷുറൻസ് കമ്പനീസ്, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ്, ഇവരെല്ലാം തന്നെ PMLAയുടെ അണ്ടറിലാണ് കൃത്യമായിട്ടും വരുന്നത്. സോ ദെൻ ഈ ഒരു മണി ലോണ്ടറിംഗിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ആക്ഷൻസ് ആണ് അതിനെതിരെ കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തികൾക്കെതിരെ നമുക്ക് ആക്ഷൻ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീഷർ ഓഫ് ഫ്രീസിംഗ് ഓഫ് പ്രോപ്പർട്ടി. ഈ ഒരു മണി ലോണ്ടറിംഗിലൂടെ നമ്മൾ സമ്പാദിച്ച നമ്മുടെ സ്വത്തുക്കൾ ഇതെല്ലാം തന്നെ വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാനായിട്ടുള്ള അധികാരവും ഏജൻസീസ് ഉണ്ട്. ദെൻ എനി പേഴ്സൺ ഹു കമ്മിറ്റ്സ് ഓഫൻസ് ഓഫ് മണി ലോണ്ടറിംഗ് ഷാൽ ബി പണിഷബിളും കൂടിയാണ് വിത്ത് റിഗറസ് ഇംപ്രിസൺമെന്റ് ഓഫ് മിനിമം ടേം ഓഫ് 3 years. 3 വർഷം വരെ പണിഷ്മെന്റ് ആണ്, വിത്ത് അപ് ടു മാക്സിമം 7 years വരെ പോകാം. ദെൻ ഫൈനിന്റെ ലിമിറ്റും കാര്യങ്ങളൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ആക്ഷൻസ് ഈ ഒരു PMLAക്കകത്ത് ആക്ഷൻസ് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇത് പ്രകാരം നമ്മൾ വർക്ക് ചെയ്യുന്ന ഏജൻസി എന്ന് പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 1956 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കണം. 2002 ഈവൻ ദോ PMLA വന്നെങ്കിൽ പോലും 1956 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്ന് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ മാത്രമായിരുന്നു. വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫൻസസ് ഓഫ് മണി ലോണ്ടറിംഗ് ആൻഡ് വയലേഷൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ലോസിന്റെ ഒക്കെ തന്നെ വയലേഷൻസ് ഒക്കെ തന്നെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഏജൻസി ആയിരുന്നു. അന്ന് പക്ഷേ ഇതിന്റെ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നായിരുന്നില്ല, എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നായിരുന്നു ഒരു പേര്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ കീഴിലായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ 57 ഈ ഒരു യൂണിറ്റിന്റെ പേര് എന്തായിട്ട് മാറ്റിയത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിട്ട് മാറ്റിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഒക്കെ എവിടെയാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂലാണ്, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസിലാണ് ഇതിന്റെ കൺട്രോൾ ഒക്കെ തന്നെ ബേസിക്കലി വരുന്നത്. ആൻഡ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. 2002 PMLA ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ അധികാരങ്ങളൊക്കെ ആർക്ക് പോയി? EDയിലേക്കാണ് അതിന്റെ അധികാരങ്ങളൊക്കെ പോയത്. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999. നമ്മൾ ഈ ഒരു FMAയുടെ അല്ലെങ്കിൽ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ മുൻകാല പേരാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, FERA എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി നമ്മൾ ആ ഒരു LPG റിഫോംസ്, ന്യൂ എക്കണോമിക് റിഫോംസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്തായിട്ട് മാറ്റിയത്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയിട്ട് മാറ്റി എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പം നിലവിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നമുക്ക് നിലവിലുള്ളൂ. അതേപോലെ ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 ഒക്കെ തന്നെ അതിനൊക്കെ തന്നെ അധികാരങ്ങൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് കൊടുത്തിരിക്കുന്ന കാര്യം ഓർക്കുക. ഇനി ഇവിടെ അടുത്ത് നമ്മളൊന്ന് ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഈ ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് അറിഞ്ഞിരിക്കണം. കാരണം അത് ഒരുപാട് വാർത്തകൾ ഇപ്പം കേൾക്കുന്നതാണ്. എസ്പെഷ്യലി ഇവിടെ ഒരുപാട് വലിയ തുകകൾ ഇവിടെ ലോൺ എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു കളയുന്ന ആളുകളൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ്
എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ ഒന്ന് അറിഞ്ഞിരിക്കുന്നതായിരിക്കും. പ്രിലിംസിന് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബിക്കോസ് ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് നമ്മൾ വിളിക്കുന്നത് എ പേഴ്സൺ അഗെയിൻസ്റ്റ് whom an arrest warrant has been issued for committing an offence listed in the act and the value of the offence is at least rupees 100 crore. 100 കോടി രൂപയുടെ തുല്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്രൈമുകളോ ആക്ടുകളോ ഈ പറഞ്ഞ പോലെ ഇവിടെ ചെയ്തിട്ട് കടന്നു കളയുന്ന വ്യക്തികളെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഏതൊക്കെ ഒഫൻസുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടർ ഫീറ്റിംഗ് ഗവൺമെന്റ് സ്റ്റാമ്പ്സ് ഓർ കറൻസീസ്, ചെക്ക് ഡിസോണർ, മണി ലോണ്ടറിങ്, ട്രാൻസാക്ഷൻ ഡിഫ്രോട്ടിംഗ് ക്രെഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ള ഒഫൻസുകളൊക്കെ ചെയ്യുന്ന വ്യക്തികളെയാണ് ഈ ആക്ടിനകത്ത് എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്? ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ ആയിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. സോ ഇറ്റ് സീക്സ് ടു കൺഫിസ്കേറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എക്കണോമിക് ഇത്തരത്തിൽ ക്രൈം ചെയ്ത വ്യക്തികളുടെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് കൺഫിസ്കേറ്റ് ചെയ്യാൻ, പിടിച്ചെടുക്കാനായിട്ടുള്ള അധികാരവും ഏത് ആക്ടിനകത്ത് പറയുന്നുണ്ട്? ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 പരാമർശിക്കുന്നുണ്ട് കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ഒരുപക്ഷെ ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ നമ്മളിപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹീറ്റ് വേവ്സ്, അല്ലെ ഉഷ്ണതരംഗം. ബേസിക്കലി ഹീറ്റ് വേവ്സ് ഇന്നും ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ആണെങ്കിലും പല ജില്ലകളിലും IMD അതേപോലെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒക്കെ തന്നെയാണെങ്കിലും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. സോ ഹീറ്റ് വേവ് കണ്ടീഷൻസ് ലൈക്ലി ഡ്യൂറിംഗ് ഇലക്ഷൻ സീസൺ വാൺസ് IMD അഥവാ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊതുവിൽ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് പൊതുവെ നല്ല രീതിയിലുള്ള ചൂടുകൾ നമ്മൾ അനുഭവിക്കപ്പെടാറുള്ളതും. ഈ വർഷം പറയുവാണെങ്കിൽ ഈ മാസങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും കണ്ടക്ട് ചെയ്യാൻ മീൻസ് ഇലക്ഷൻസ് ഒക്കെ ആണെങ്കിലും കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുള്ള വാർണിംഗ് ആയിട്ടാണ് IMD ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്നും നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ളത് എന്താണ് ഹീറ്റ് വേവ്സ് എന്നും അതിന്റെ IMDയുടെ ക്രൈറ്റീരിയസുമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ പ്രൊലോങ്ഡ് ആയിട്ടുള്ള എക്സസീവ് ഹോട്ട് വെതർ കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഹീറ്റ് വേവ്സ് അഥവാ ഉഷ്ണതരംഗം എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ഇന്ത്യ ഒരു ബേസിക്കലി ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹീറ്റ് വേവ്സിനോട് പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള കൺട്രി ആണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ദെൻ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് IMD പറഞ്ഞ പോലെ ഹീറ്റ് വേവ്സ് ആണ് എന്നുള്ളത് വിശേഷിപ്പിക്കാനായിട്ടുള്ള ക്രൈറ്റീരിയസ് എന്ന് അറിഞ്ഞിരിക്കുന്നതായിരിക്കും. Heat wave is considered if the maximum temperature of a station reaches at least 40 degrees Celsius or for planes. അതായത് ഒരു സ്റ്റേഷനിൽ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന സ്റ്റേഷനിലെ മാക്സിമം ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് റീച്ച് ചെയ്യുവാണെങ്കിൽ അത് പ്ലെയിൻസിനാണ്, എന്താ പറയുക, പ്ലെയിൻ പ്രദേശങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസും അല്ലെങ്കിൽ ഹില്ലി റീജിയൻസിൽ 30 ഡിഗ്രി സെൽഷ്യസും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ IMDക്ക് എന്ത് ഡിക്ലെയർ ചെയ്യാം? ഹീറ്റ് വേവ് കണ്ടീഷൻസ് ഡിക്ലെയർ ചെയ്യാം. ഇനി അതല്ലാതെ ബേസിക്കലി ചില സംസ്ഥാനങ്ങളിൽ ചില റീജിയൻസിൽ ഈ പറഞ്ഞ പോലെ നോർമലി അവിടുത്തെ ടെമ്പറേച്ചർ 40 മുകളിലൊക്കെ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ ഡിപ്പാർച്ചർ ഫ്രം നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് ഡിപ്പാർച്ചർ വെച്ചിട്ട് പറയുവാണെങ്കിൽ ഒരു 4.5 to 6.4 ഡിഗ്രി സെൽഷ്യസ് നിന്നും ഒരു ഡിപ്പാർച്ചർ ആണ് കാണുന്നത്. ഇപ്പോൾ ഒരു നോർമൽ ഒരു പ്രദേശത്ത് നോർമലി അവിടെ കാണപ്പെടാറുള്ള 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിചാരിക്കും. നമ്മുടെ നോർമൽ കണ്ടീഷൻ പ്രകാരം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പ്ലെയിൻ ഏരിയാസ് എങ്കിൽ ഹീറ്റ് വേവ്സ് പ്രതീക്ഷിക്കാം. അല്ല എങ്കിൽ ഇതുപോലൊരു പ്രദേശം 27 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ആവറേജ് ടെമ്പറേച്ചർ എങ്കിൽ ആ ആവറേജ് ടെമ്പറേച്ചറിൽ നിന്നും അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും 4.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 6.4 ഡിഗ്രി സെൽഷ്യസിന്റെ ഡിപ്പാർച്ചർ കണ്ടു കഴിഞ്ഞാലും എന്തായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റും? ആ പ്രദേശത്ത് ഹീറ്റ് വേവ്സ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി സിവിയർ ഹീറ്റ് വേവ് ആയിട്ട് പറയപ്പെടുന്നതാണ് ആ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും ഗ്രേറ്റർ ദാൻ 6.54 ഡിഗ്രി സെൽഷ്യസ് ഡിപ്പാർച്ചർ ആണെങ്കിൽ സിവിയർ ഹീറ്റ് വേവ്സ് കണ്ടീഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഇനി ആക്ച്വൽ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്നും മാക്സിമം ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിലും എന്തായിട്ട് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്? ഹീറ്റ് വേവ് കണ്ടീഷൻ ആയിട്ട് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഇനി 47 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ അതിനെയാണ് സിവിയർ ഹീറ്റ് വേവ് കണ്ടീഷൻസ് ആയിട്ടും വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ഇപ്പം പറയുവാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കൊക്കെയാണ് ടെമ്പറേച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ ഹീറ്റ് വേവ് കണ്ടീഷൻസ് ആണ് പലപ്പോഴും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒക്കെ ആണെങ്കിലും നമ്മളോട് മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഹ്യൂമൻ മെയ്ഡ് ആക്ടിവിറ്റീസിലൊക്കെയാണ് അതിന്റെ കാരണങ്ങളായിട്ട് പറയപ്പെടാറുള്ളത്. ഗ്ലോബൽ വാർമിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ അർബനൈസേഷൻ ലെവലുകൾ ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഹീറ്റ് റൈസിന് കാരണമായിട്ട് മാറാറുണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നാം മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ കൃത്യമായിട്ടും എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇതും പ്രിലിംസിന്റെ ബേസിലുള്ള ആർട്ടിക്കിളാണ്. അതായത് ജൂപ്പിറ്ററിന്റെ ഒരു മൂണിൽ ഈ പറഞ്ഞ പോലെ കാലിസ്റ്റോ ആയ ജൂപ്പിറ്ററിന്റെ മൂണാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഓസോണിന്റെ ഒരു പ്രസൻസ് കണ്ടെത്തിയിരിക്കുകയാണ് ടീം ഓഫ് സയന്റിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാൻ പോകുന്നത് സയൻസിന്റെ വ്യൂ പോയിന്റിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വ്യൂ പോയിന്റിൽ ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം റീസെന്റ് സീൻ ന്യൂസ് കാലിസ്റ്റോ ഈസ് റിലേറ്റഡ് ടു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ കാലിസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിന്റെ ഒരു മൂണാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സോ എന്തായാലും ഈ ഒരു കാലിസ്റ്റോ ഇറ്റ്സ് വൺ ഓഫ് ദ ജൂപ്പിറ്റേഴ്സ് ലാർജസ്റ്റ് മൂൺ ആൻഡ് ദ തേർഡ് ലാർജസ്റ്റ് മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ തേർഡ്
ലാർജസ്റ്റ് മൂൺ ആണ്. ജൂപ്പിറ്ററിന്റെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മൂണും കൂടിയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സോളാർ സിസ്റ്റത്തിലെ മറ്റ് ലാർജസ്റ്റ് മൂൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗനിമീഡും ടൈറ്റാനുമാണ്. ഗനിമീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിന്റെ തന്നെ ഒരു മൂണാണ് ഗനിമീഡ്. ജൂപ്പിറ്ററിന്റെ ലാർജസ്റ്റ് മൂണാണ് ഗനിമീഡ്. ടൈറ്റാൻ എന്ന് പറയുന്നത് സാറ്റേണിന്റെ ആണ് കേട്ടോ. സാറ്റേണിന്റെ മൂണാണ് ടൈറ്റാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കഴിഞ്ഞു കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു മൂണാണ് കലിസ്റ്റോ. സോ ഈ കലിസ്റ്റോയിലാണ് ഇപ്പോൾ നമ്മൾ എന്തിന്റെ പ്രസൻസ് കണ്ടെത്തിയിരിക്കുന്നത്? ഓസോണിന്റെ പ്രസൻസ് കണ്ടെത്തിയിരിക്കുന്നത്. സോ കലിസ്റ്റോ ഇസ് പ്രൈമർലി കമ്പോസ്ഡ് ഓഫ് വാട്ടർ ഐസ്, റോക്കി മെറ്റീരിയൽ, സൾഫർ ഡയോക്സൈഡ്, ഓർഗാനിക് കമ്പൗണ്ട്സ് ഒക്കെ തുടങ്ങിയതാണ് പൊതുവിൽ ഈ കലിസ്റ്റോയുടെ മെറ്റീരിയൽസ് ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത് സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഓസോണിന്റെ ആണെങ്കിലും പ്രസൻസ് സൂചിപ്പിക്കുന്ന അവിടെ ഒരു സ്റ്റേബിൾ അറ്റ്മോസ്ഫിയർ കണ്ടെത്താനായിട്ടുള്ള സാഹചര്യവും അതുവഴി ഈ പറഞ്ഞ പോലെ ലൈഫിന്റെ എക്സിസ്റ്റൻസിന്റെ ഒരു സാധ്യതയുമാണ് ഈ കലിസ്റ്റോ മൂണിൽ സയന്റിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും അതിനെ കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വപ്നം നമ്മൾ അറിഞ്ഞിരിക്കുക, കലിസ്റ്റോ എന്ന് പറയുന്നത് ജൂപ്പിറ്ററിന്റെ ഒരു മൂണാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് മൂൺ ഓഫ് ജൂപ്പിറ്റർ ആണ്. സോളാർ സിസ്റ്റത്തിലെ തേർഡ് ലാർജസ്റ്റ് മൂണാണ്. അപ്പോൾ സോളാർ സിസ്റ്റത്തിലെ മറ്റ് രണ്ടെണ്ണം ലാർജസ്റ്റ് മൂൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഗനിമീഡ് ആണ്. ലാർജസ്റ്റ് മൂൺ സോളാർ സിസ്റ്റം ആണ്. ഗനിമീഡ് ജൂപ്പിറ്റർ തന്നെ ഒരു മൂൺ തന്നെയാണ്. സെക്കൻഡ് വൺ ടൈറ്റാൻ ആണ്, സാറ്റേണിന്റെ മൂണാണ്. അതിനുശേഷമാണ് കലിസ്റ്റോ വരുന്നത്. സോ കലിസ്റ്റോയിൽ ഈ പറഞ്ഞ പോലെ കലിസ്റ്റോ ബേസിക്കലി എന്തൊക്കെ വെച്ചിട്ടാണ് രൂപീകരിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ഐസ്, റോക്കി മെറ്റീരിയൽസ്, സൾഫർ ഡയോക്സൈഡ്, പിന്നെ സം ഓർഗാനിക് കമ്പൗണ്ട്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ DNA-ക്കകത്ത് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. താങ്ക്